സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ ജലക്ഷാമവും ഗുരുതരമായ സാഹചര്യത്തിലാണ്. തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടെ കുടിവെള്ള വിതരണം പ്രതിസന്ധി തടയാൻ അടിയന്തര ഇടപെടലുമായി സർക്കാർ. നെയ്യാർ ഡാമിൽ നിന്ന് പേപ്പാറയിലേക്ക് വെള്ളം എത്തിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് ജലവിഭവ വകുപ്പ് ആവിഷ്കരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സാണ് അരുവിക്കര ഡാം. പേപ്പാറയിൽ നിന്നാണ് അരുവിക്കരയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. പേപ്പാറ ഡാമിൽ ഇനി 28 ദിവസത്തേക്ക് മാത്രമുള്ള വെള്ളമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് നിലവിലെ കണക്കുകൾ. എന്നാൽ പേപ്പാറയിലെ ജലനിരപ്പ് താഴുന്നതോടെ നെയ്യാർ ഡാമിൽ നിന്ന് ഇവിടേക്ക് വെള്ളമെത്തിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. പേപ്പാറ ഡാമിൽ സംഭരണശേഷി ഉയർത്തുക എന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. നെയ്യാറിൽ പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ധനകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. കടൽവെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനുള്ള സാധ്യതകളും സർക്കാർ പരിശോധിക്കും. നഗരത്തിലെ ജലവിതരണത്തെ ചൊല്ലി കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് വെള്ളമെത്തിക്കുന്നതിൽ ഇരുവിഭാഗത്തിനും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും സഹകരിച്ച് മുന്നോട്ടു പോകണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. രണ്ട് കാര്യങ്ങളാണ് കാണേണ്ടത്. കോർപ്പറേഷൻ ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും ഇവർ തർക്കത്തിന് പോകേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് പ്രശ്നമാണല്ലോ. ഭരണഘടനാപരമായി നോക്കിയാലും മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് നോക്കിയാലും ജലവിതരണത്തിൻ്റെ ഒക്കെ ചുമതല കോർപ്പറേഷനുണ്ട്. കുടിവെള്ളം എത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ അത് ഇടപെട്ട് കൊണ്ടുപോകാനും പരിഹരിക്കാനും ഒക്കെയുള്ള ചുമതല ഉത്തരവാദിത്വം കോർപ്പറേഷനിൽ നിക്ഷിപ്തമാണ്. പരസ്പരം സഹകരിച്ചേ പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങൾ ജലവിനിയോഗത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.